പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വിത്തുകൾ എന്തിൻ്റെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് ചതുരപ്പയറിൻ്റെ വിത്താണ്. അപ്പം ചതുരപ്പയർ എന്താണെന്ന് മനസ്സിലായോ? കുറേ ആൾക്കാർക്കൊക്കെ അറിയാം ചതുരപ്പയർ അല്ലേ? അപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ട് ഒരു 5 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ ഇടണം. ഇതിപ്പം നന്നായിട്ട് ദൃഢമായ വിത്തുകളാണ്. അപ്പം വെള്ളത്തിൽ ഇട്ട് കുതിർത്തതിന് ശേഷം നമ്മുടെ സീഡൻ ട്രേയിലോ അല്ലാതെ എന്തെങ്കിലും പോട്ടിലോ ഒക്കെ ഒന്ന് കിളിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചതുരപ്പയറിൻ്റെ തൈകൾ റെഡിയായി കഴിയും. അപ്പോൾ ഞാൻ ആ ചതുരപ്പയർ പടർന്നെടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ചതുരപ്പയർ നന്നായിട്ട് പടർന്നു നിൽക്കുകയാണ്. ഇത് നന്നായിട്ട് വള്ളി വീശി തണ്ടുകളൊക്കെ നല്ല മൂത്തതിന് ശേഷം ഇതിലെ പൂവും കായും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ചതുരപ്പയറിൻ്റെ പൂവും ഇലയും ഒക്കെ നമുക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം, തോരൻ വെച്ചൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ കായ്കൾ എന്ന് പറയുന്നത് വാളംപുളിയുടെ രീതിയിലുള്ള അങ്ങനെയാണ് ഇതിൻ്റെ കായ്കൾ ഉണ്ടാകുന്നത്. അരികൊക്കെ നന്നായിട്ട് വിശറി പോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പേരാണ് വിങ്ക്ഡ് ബീൻസ് എന്ന് പറയും, മനില ബീൻസ് എന്ന് പറയും, ഗോവ ബീൻസ് എന്ന് പറയും. ധാരാളം പ്രോട്ടീൻ റിച്ചാണ്. ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പയറുവർഗ്ഗമാണ്. വീട്ടിൽ നട്ട് വളർത്തുക.